Hello guys, welcome back to Cooking Show. Hey, നോക്ക്. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ടയാണ്. വെറും പൊറോട്ടയല്ല, പവർ പൊറോട്ട. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താണ് പവർ പൊറോട്ട എന്ന്. ഈ പവർ പൊറോട്ടയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ എന്താ? ദോശ പൊറോട്ട അല്ല, ഈ പൊറോട്ടയുടെ കളർ നീല കളറായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ആർക്കും തിന്നാൻ പറ്റില്ല, എനിക്ക് തരത്തില്ല. ഇല്ല. അപ്പം നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പം നമ്മൾ ഇന്ന് പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തിന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എമർജൻസിക്കാണ് ഈ ഫോൺ വെച്ചേക്കുന്നത്. നമുക്ക് ഉടനെ വിളിച്ച് ആംബുലൻസ് വിളിക്കാം അല്ലേ? ആംബുലൻസ് ഒന്ന് വിളിച്ചേ, ട്രെയിനിങ് നടക്കട്ടെ. കൊച്ചച്ഛന് വയ്യെന്ന് പറ. പെട്ടെന്ന് ആംബുലൻസ് വിടാൻ പറ. അപ്പൊ ഇന്നത്തെ പൊറോട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓക്കെ? ഇതെന്താ? ഗോതമ്പല്ല, ഇത് മൈദയാ. ഇത് മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം ഇത്. പിന്നെ വെളിച്ചെണ്ണ, ഇത് അത്യാവശ്യമാണ്. പിന്നെ ഉപ്പ്. ഇനിയാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ്. എന്താ? ഇതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ്. ഇതെന്താന്ന് അറിയാവോ? ജാലല്ല, ഇതാണ് ശംഖുപുഷ്പത്തിന്റെ പൂ ചൂടാക്കി എടുത്ത വെള്ളം. ഓക്കെ, തുടങ്ങുവാണേ. ഫസ്റ്റ് സ്റ്റെപ്പ്, പൊടിയെടുത്ത് കമത്തട്ടെ. ഇനി നമ്മൾ മൈദയിലേക്ക് എന്തൊഴിച്ചു കൊടുക്കണം? മൂത്രമല്ല, വെള്ളം. ഇനി നമ്മൾ നല്ലപോലെ കുഴക്കണം. എന്നത്? ഈ പൊറോട്ടയുടെ ടേസ്റ്റിന് കാരണമാകുന്ന എന്താണെന്നറിയാവോ? നമ്മൾ ആദ്യം ഇനീഷ്യലി കുഴയ്ക്കുന്ന കുഴയാണ് ഏത് പൊറോട്ടയുടെ ടേസ്റ്റ് തീരുമാനിക്കുന്നത് അല്ലേ? ഈ ആഗോളതാപനം എങ്ങനെ ഉണ്ടാകുന്നതെന്ന് അറിയാവോ? എങ്ങനെയാ? പൊരിയോ? മതി, കുഴക്കി. ഈ പൊറോട്ട കണ്ടുപിടിച്ച ആരാന്നറിയാവോ? ആരാ? ഞാൻ. പൊറോട്ടയുടെ കൺസിസ്റ്റൻസി തീരുമാനിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ നമ്മൾ എത്രത്തോളം ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ചെയ്യണം. നിന്നോട് ഇളകാനല്ല പറഞ്ഞത്, പൊറോട്ട ഇളകാനാ പറഞ്ഞത്. ചുമ്മാ. അയ്യോ, അതല്ല, ഇങ്ങനെ. ഇയാൾ എന്നെ തുണി അലക്കുന്നു. അയ്യോ, സൗണ്ട് എഫക്റ്റ് ഇടാനല്ല, ഉണ്ടാക്കാനാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പൊറോട്ട മേക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇത് പരത്തണം. പരത്താൻ എന്തൊഴിക്കണം? മൂത്രമല്ല, എണ്ണ. ആദ്യം നമ്മൾ ടേബിളിലേക്ക് എണ്ണ വെക്കണം. ഓക്കെ, പാട്ട് പാടി. ഇനി നമ്മള് ഇത് ഓരോരോ ഉണ്ടാക്കണം. ഓക്കെ, ഇങ്ങനെ. എടി, ഇതൊന്നും അറിയത്തില്ലേ? നിനക്ക് എത്ര വയസ്സായി? 2 വയസ്സിൽ ഇതൊക്കെ പഠിക്കണ്ടേ? ഞാൻ 1.5 വയസ്സിൽ പൊറോട്ട അടിക്കാൻ തുടങ്ങിയതാ. മീശ ഉണ്ടാക്കി തരാം. ഞാൻ മീശ ഉണ്ടാക്കി. മീശക്കാരൻ മാധവന് പാട്ട് പാടിക്കേ. അതിന് ചോദിച്ചു ആരാടാ എന്നോട് കളിക്കാന്ന് ചോദിച്ചേ. ധൈര്യം ഉണ്ടോ വരാൻ പറ. ഇതാണ് ഏറ്റവും വയസ്സ് പറഞ്ഞ ഗുണ്ട കേരളത്തിലെ. ഓക്കെ, ഇത് എത്ര ഉണ്ടെന്ന് എനിക്ക്? 1 2 6 എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. ഓക്കെ, ഇനി നമ്മൾ ഓരോന്ന് വെച്ചിട്ട് ഇത് പരത്താൻ പോവാണേ. പൊറോട്ട ഉണ്ടാക്കുക. ഇങ്ങനെ പരത്തിക്കേ. ഇത് ഇങ്ങനെ. ഇനിയാണ് നമ്മൾ പൊറോട്ട അടിക്കാൻ പോകുന്നത്. അയ്യോ, ഇവിടെ ഉണ്ട്. ഇങ്ങനെ പിടിച്ചിട്ട് എനിക്കറിയാം. എന്നാ ഒരു ചാൻസ് കൊടുത്താ. ഇത് വീട്ടിൽ ആരും
ട്രൈ ചെയ്ത് നോക്കരുതെന്ന് പറഞ്ഞേ. എന്നാ ആ എന്നെ കളിയാക്കല്ലെന്ന് പറഞ്ഞേ. എന്നെ കളിയാക്കല്ലെന്ന് പറഞ്ഞു. എന്നെ കളിയാക്കല്. 2 വയസ്സായില്ലേ, തന്നെ അങ്ങ് ചെയ്യ്. ഞാൻ ഈ പ്രായത്തില് 10 കിലോമീറ്റർ നടന്നാ സ്കൂളിൽ പോയത്. നിനക്ക് ഞാൻ ബൈക്കെ കൊണ്ടുവിടുന്നില്ലേ? ഈ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാ. ചില സമയത്ത് ആരും സപ്പോർട്ട് ചെയ്യാൻ കാണത്തില്ല, അത് തരാൻ പറ്റത്തില്ല. ചില സമയത്ത് അങ്ങനെയാ, ആരും സപ്പോർട്ട് ചെയ്യാൻ കാണത്തില്ല എന്ന് പറഞ്ഞ് ഞാനത് ചെയ്യണമെന്നോ? പിന്നെ എന്തിനാ എന്നൊക്കെ തരുന്നില്ല? എണ്ണ വെക്കത്തില്ല. ഇല്ല, ഞാൻ ഇവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുക. എനിക്ക് എന്റെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ നമ്മളങ്ങനെ പൊറോട്ടയുടെ 3rd സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പൊറോട്ടയുടെ ബിഗ് ബോസിൽ അത് ഒരാൾ ഇതുപോലെ കാണിച്ചിട്ടാ ട്രോളുകാർ. എന്തിന്? കാര്യം പറ പോയില്ലേ? തോറ്റി കഴിഞ്ഞിട്ട് ഇതേ കളം വിടുന്നത് ശരിയല്ല. അത് ശരിയല്ല. എന്തിനാ പോകുന്നതെന്ന് പറയണം. പൊറോട്ട ഉണ്ടാക്കണ്ടേ? ഇവിടെ ഇരിക്കും. വാ ഇവിടെ വാക്കാം. വാ 3 പൊറോട്ട ഉണ്ടോ നമ്മുടെ? ഇടട്ടെ? റെഡി? 1 ഞാൻ ഊതി തരാലോ. മതിയോ? എന്തായാലും കഴിച്ചു നോക്കാം. കിട്ടിയ സാധനം. ഇത് പുതിയ തരം ഒരു പൊറോട്ടയാണ്. ജീവിതത്തിൽ കഴിച്ചു കാണത്തില്ല അച്ഛൻ. പേടിക്കണ്ട, ഫോണുണ്ട്, ആംബുലൻസ് വിളിക്കാം. നല്ല നമ്മൾ ഇത്രയും കുഞ്ഞിന് കൊടുക്കുവാണ്, കുറച്ച് മാത്രം. ഇത് കഴിക്ക്. ഇത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് പൊറോട്ട. ഇതാ, കഴിച്ചോ? നോക്കി, നല്ലതാണോ? നോക്ക്, നല്ലതാണോ? അടിപൊളിയാന്ന് പറയണം. ഇത് അങ്ങനെയാ. ഇത് കൊള്ളത്തില്ലെങ്കിൽ നമ്മൾ അടിപൊളിയാന്ന് പറയണം. അതാണ് കുക്കിംഗ് ഷോ. ഓക്കെ സുഹൃത്തെ, ഇത് അടിപൊളിയാന്ന് പറ. ഇത് തിന്നരുത്. ഇത് കുറച്ച്. അയ്യോ, തിന്നരുത്. പിന്നെന്തിനു തിന്നുന്നത്? ഇല്ല, നല്ലതാണോ? ഇത് തിന്നാൻ കൊള്ളൂല. അയ്യോ, കട്ട് ചെയ്തു. ക്യാമറ ലൈൻ കട്ട്. ഓക്കെ, നമ്മുടെ പൊറോട്ട ടേസ്റ്റ് ചെയ്യാനായിട്ട് ഈ നാട്ടിലെ പ്രഗത്ഭനായ ആദർശ് എത്തിച്ചേർന്നിരിക്കുകയാണ്. ആദർശ് വരൂ. കഴിച്ചോ. കിട്ടില്ലല്ലേ? നീ മേലോട്ട് നോക്കി. ധൈര്യമായിട്ട് കഴിച്ചോ. 916 ഗോൾഡാ. തിന്നോ. ഹോണസ്റ്റ് ഒപ്പീനിയൻ പറയാം. ഹലോ, 108 അല്ലേ? ഇവിടെ ആംബുലൻസ് കാണും. തുപ്പ് ഇവിടെ തുപ്പ്. കുഴപ്പമില്ല. നല്ലോ. നമുക്ക് സമ്മാനത്തിലേക്ക് പോവാം. അത് കഴിക്കില്ല. ഈ മത്സരത്തിൽ ജയിച്ച എനിക്ക് സമ്മാനം തരുന്നതാണ് ആദർശ്. എനിക്ക് അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ കുക്കിംഗ് ഷോ. ഇത് ദയവ് ചെയ്ത് ആരും വീട്ടിൽ ട്രൈ ചെയ്യരുത്. ബൈ. ഇത് കൊള്ളത്തില്ലത്, പിന്നെ കൊള്ളൂലത്. ഇത് കൊള്ളത്തില്ല. ഇത് കൊള്ളത്തില്ല, സത്യമായിട്ട് കൊള്ളത്തില്ല. അമ്മേ വിളിച്ചോട്ടു. എന്റെ പൊന്നെ, ഇത് പൊറോട്ടയാ, സാമ്പാറല്ല. ഞാൻ എന്ത് ഉണ്ടാക്കുന്നത്? മൊത്തം കുളമായി. എന്റെ കുക്കിംഗ് ഷോ പോയി. അയ്യോ, എന്റെ കുക്കിംഗ് ഷോ പോയി. ഞാൻ എന്താ ആഗ്രഹിച്ചുണ്ടാക്കി? എടി, ഞാൻ ഇത്ര നാള് കാണാതെ കണ്ടുപിടിച്ചുണ്ടാക്കിയത് അതും പോയി. അവസാനത്തെ പ്രതീക്ഷയായിരുന്നു ഒരു ഹോട്ടലിട്ട് ജീവിക്കാന്ന്. അതും പോയി. നീ ഇപ്പൊ എന്ത് ചെയ്യും?